സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ട്രാൻസ്ഫോംസ് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോമും ഇസഡ് ട്രാൻസ്ഫോമും. അപ്പോൾ ആ രണ്ട് ട്രാൻസ്ഫോംസിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഈ ഒരു ലെക്ചർ കൊണ്ട് ഡീൽ ചെയ്യുന്നത്. കുറേ ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുണ്ട്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. മോഡ്യൂൾ 3 ലാപ്ലാസ് ട്രാൻസ്ഫോം ആണൊരു മെയിൻ ടോപ്പിക്കായിട്ട് വരുന്നത്. അതുപോലെ മോഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോമാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം CT സിസ്റ്റത്തിൻ്റെ അനാലിസിന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ ഇസഡ് ട്രാൻസ്ഫോം ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ അനാലിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനാലിസിസ് പഠിക്കാനുണ്ട്. അത് ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള അനാലിസിസ് മോഡ്യൂൾ 4 അതുപോലെ ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള അനാലിസിസ് ഒരു മെയിൻ പാർട്ടാണ് മോഡ്യൂൾ 6. അതിൽ മോഡ്യൂൾ 3 ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് മെയിൻ ഒരു ട്രാൻസ്ഫോം. ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉണ്ട്. ട്രാൻസ്ഫോം ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്, സ്റ്റെപ്പ് ഫങ്ഷൻ, ഇമ്പൾസ് ഫങ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ, അതുപോലത്തുള്ള ഫങ്ഷൻസ് വെച്ചിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് വരുന്നത് വേവ് ഫോം തന്നിരിക്കും. വേവ് ഫോം വെച്ചിട്ട് ഫൈൻഡ് ദ ട്രാൻസ്ഫോം. തേർഡ് കാറ്റഗറി വരുന്നതാണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അതുപോലത്തെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് ROC ഉണ്ട്. അതുപോലെ തന്നെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും അതിനകത്ത് മോഡ്യൂൾ 3 ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കാറ്റഗറി വരുന്നതാണ്. അതുപോലെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ പഠിക്കേണ്ടത് ഈ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ്. ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുക, ROC, അതുപോലെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഫോർ ഡിഫറെൻറ്റ് ROCs. ഇനി നെക്സ്റ്റ് ഈ രണ്ടും പാർട്ടിൻ്റെ അനാലിസിസ് പഠിക്കാമെന്ന് പറഞ്ഞില്ലേ. അനാലിസിസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടത് ഇപ്പം CT സിസ്റ്റത്തിൻ്റെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ടാകുമ്പോഴത്തേക്ക് അത് നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയും. പിന്നെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ദെൻ കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇതെല്ലാം CTക്കും DTക്കും ആപ്ലിക്കബിൾ ആണ്. സ്റ്റെബിലിറ്റി, കോസാലിറ്റി ചെക്ക് ചെയ്യാൻ CTയുടെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യും. അതുപോലെ DTയുടെ കേസിൽ ROC ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ S എന്ന് പറയുന്നതാണ് നമ്മൾ ലാപ്ലാസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. S ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്, സിഗ്മ പ്ലസ് J ഒമേഗ. അതിൽ സിഗ്മയാണ് അതിൻ്റെ റിയൽ പാർട്ട്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ റേഞ്ച് ഓഫ് വേരിയേഷൻ ഓഫ് സിഗ്മ, ഇറ്റ് ഈസ് റിയൽ പാർട്ട്, for which the Laplace transform converges, that is it attains a finite value. That set of values of sigma is called as region of convergence of Laplace transform. ഒരു എക്സ്പ്ലെയിൻ പ്ലോട്ട് ചെയ്ത്, എക്സ്പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ പാർട്ടും കാണും, J ഒമേഗ പാർട്ടും കാണും. അപ്പോൾ ഇതിന് നെക്സ്റ്റ് പറയുന്നത് ROC എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വരയ്ക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോം നമ്മൾ കൺസിഡർ ചെയ്യുന്നു 1/s+ എന്നുള്ള ട്രാൻസ്ഫോം. അതിൽ പോൾ വാല്യൂ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് S ഈക്വൽ ടു -a ആണ്. അപ്പോൾ ROC ഓഫ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ബൈ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ഡ്രോ ചെയ്യണം. കൺസിസ്റ്റ് ഓഫ് സിഗ്മ പാർട്ട്, റിയൽ പാർട്ട്, J ഒമേഗ. അവിടെ നമ്മൾ -a പോൾ മാർക്ക് ചെയ്തു. അപ്പം ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ ലൈൻ, സ്ട്രിപ്പ് ലൈൻ പാരലൽ ടു J ഒമേഗ ആക്സിസ് ആയിരിക്കും വരുന്നത്, പാസിങ് ത്രൂ പോൾ. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ പാരലൽ പ്ലെയിനിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -a, വേർ a ഈസ് ദ പോൾ. നമ്മൾ റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ ROC റൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് പാരലൽ പ്ലെയിൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ നെക്സ്റ്റ് ROC ഓഫ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഫസ്റ്റ് ഒരു ഫംഗ്ഷന് എക്സാമ്പിളായിട്ട് 1/s+b എടുത്തു. അതിൻ്റെ പോൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ -p ആയിരിക്കും. നമ്മൾ എക്സ്പ്ലെയിൻ പ്ലോട്ട് ചെയ്തു, സിഗ്മ J ഒമേഗ.
നെക്സ്റ്റ് അവിടെ ഒരു -b പോൾ വാല്യൂ മാർക്ക് ചെയ്ത് അതിൽ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ ലൈൻ j⍵x പാരലായിട്ട് പാസിങ് ത്രൂ പോൾ -b ആയിരിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. അതുപോലെ റിയൽ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -b ആയിരിക്കും. അപ്പം അതാണ് അതിൻ്റെ ROC എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു 2 സൈഡഡ് സിഗ്നലാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനായിട്ട് വരും. പോൾ മാർക്ക് ചെയ്തിട്ട് ഇൻ്റർസെക്ഷൻ പോയിൻ്റ്. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ROCയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലും റൈറ്റ് സൈഡ് സിഗ്നലും കൺസിഡർ ചെയ്യും. അതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യും. നമുക്ക് രണ്ടിൻ്റെയും ട്രാൻസ്ഫോം വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് വെച്ചാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ROCയുടെ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് x(t)ൻ്റെ എക്സസ് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതിൻ്റെ നമ്മൾ ഇക്വേഷൻ എഴുതി. നമ്മൾ റിയൽറ്റൈസ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് നമ്മൾ നോർമലി x(t) വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഔട്ട്പുട്ട് y(t), ഇമ്പൾസ് റെസ്പോൺസ് h(t) ആയിരിക്കും. ഇമ്പൾസ് റെസ്പോൺസ് നോൺ ആണെങ്കിൽ ഏതൊരു ഇൻപുട്ടിൻ്റെയും വി ക്യാൻ ഫൈൻഡ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യും. അതൊരു റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. ഓക്കെ, അപ്പം e⁻⁻⁸ u(t) ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, രണ്ടിൻ്റെ ROCയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് u(t) നമ്മൾ പ്ലോട്ട് ചെയ്ത് u(t) ആണത്. അതിൻ്റെ വാല്യൂ 0 വാല്യൂസ് മാത്രമേ കാണത്തുള്ളൂ. നെക്സ്റ്റ് ഒരു e⁻⁻⁸ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് രണ്ടിൻ്റെ കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും e⁻⁸ u(t) എന്ന് വരുന്നത്. അപ്പോൾ അതിനകത്ത് യൂണിറ്റ് സ്റ്റെപ്പുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പോസിറ്റീവ് വാല്യൂസേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് ആ ഒരു സിഗ്നൽ എന്തായിരിക്കും, അതിന് റൈറ്റ് സൈഡിൽ മാത്രമേ വാല്യൂ കാണത്തുള്ളൂ. ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആ റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി നെക്സ്റ്റ് x(t)ക്ക് വരെ നമ്മളുടെ ഇവിടുത്തെ e⁻⁻⁸ u(t) നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. e⁻⁻⁸ u(t) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി e⁻⁻⁸ u(t) പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ -∞ to 0 അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 to ∞ അതിന് വാല്യൂസ് ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ ലിമിറ്റ് എന്ത് വരും, ബിക്കം 0 to ∞. അതിൻ്റെ u(t) വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ e⁻⁻⁸ ഇൻറ്റു 1 ഇൻറ്റു e⁻⁻⁸ dt. നെക്സ്റ്റ് നമ്മൾ അവിടെ -t ഒന്ന് കോമൺ എടുത്ത് ഇനി വി വിൽ ഇൻ്റഗ്രേറ്റ് ദ ടേം ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യും. അപ്പം e⁻⁻⁻⁴ e⁻⁻⁴ തന്നെ വരും. പിന്നെ -s+a(t)ൻ്റെത് -s+a വരും. -(s+a) കോമൺ എടുത്ത് ദെൻ അപ്പർ ലിമിറ്റ് e⁻∞ മൈനസ് ലോവർ ലിമിറ്റ് e⁻∞ 0 e⁻0 1 -(-1) വരുന്നുണ്ട്, പോസിറ്റീവ് ആവും. 1/s+a എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോം വാല്യൂ കിട്ടി. 1/s+a ആണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വാല്യൂ. ഈ പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ = 0 എന്ന വാല്യൂ ആണ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ s=-a കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലെയിനിലാണെങ്കിൽ പോൾ വാല്യൂ മാർക്ക് ചെയ്ത് ഇതൊരു ഓൾറെഡി പറഞ്ഞ് ഒരു റൈറ്റ് സൈഡ് സിഗ്നലാണ്. അപ്പോൾ നമ്മൾ ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ROC വിൽ പാസ് ത്രൂ ദ പോൾ -a ആൻഡ് ഇറ്റ് വിൽ ബി ടു ദ റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് അതിൻ്റെ റൈറ്റ് സൈഡ് പോർഷനിലേക്കായിരിക്കും അതിൻ്റെ ROC വരുന്നത്, പാസിങ് ത്രൂ പോൾ -a. ഇതാണ് നമ്മൾ ആദ്യം എടുത്ത e⁻⁻⁸ u(t), അതായത് ഒരു റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ കോമൺ ROC എന്ന് വെച്ചാൽ റിയൽ ഓഫ് എസ് > -a ആയിരിക്കും അതിൻ്റെ റീജിയൻ എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മളൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ജനറൽ ഇക്വേഷൻ -e⁻⁻⁸ u(-t). മുമ്പ് നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെയും ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യും. ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/s+a എന്ന സെയിം വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ROC വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് u(-t) പ്ലോട്ട് ചെയ്യുകയാണ്. -t എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റിവേഴ്സലാണ്. അപ്പോൾ u(-t) കിട്ടി. ഇനി നമ്മൾ e⁻⁻⁸
പ്ലോട്ട് ചെയ്ത് ഇനി രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് വാല്യൂസ് ((-t) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടത്തുള്ളൂ, t ഗ്രേറ്റർ ദാൻ വാല്യൂസ് എല്ലാം 0 ആയിപ്പോവും. ആൻഡ് റിസൾട്ടിങ് വിൽ ബി എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും. നമ്മൾ ഇതൊരു ജനറലായിട്ടുള്ളൊരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അതിന് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി എക്സ് ടിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ((e−at u(-t) നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ദാറ്റ് ഇൻ്റഗ്രൽ ബിക്കംസ് (−∞ to 0) മൈനസ് കോമൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ എടുത്ത് (-at) u(-t) വാല്യൂ 1 ആണ്, dt വന്ന് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യും, ഇതിൽ കോമൺ എടുക്കും, (-t) കോമൺ എടുക്കും. ഓൾറെഡി ഒരു മൈനസ് വാല്യൂ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി നെക്സ്റ്റ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യും. അപ്പോൾ രണ്ട് മൈനസ് ഉണ്ട്, മൈനസ് പ്ലസ് ആവും. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ 1/s+a എന്ന് കിട്ടും. നമ്മൾ ആദ്യം എടുത്ത റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ സെയിം വാല്യൂ തന്നെയാണ് ഇതിൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ എടുക്കുമ്പോഴും വരുന്നത് 1/s+a ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടിനെയും കൂടി ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഒക്കെ എടുക്കണമെങ്കിൽ വി നീഡ് ടു മെൻഷൻ ദ ROC. അപ്പോൾ അതാണ് ROCയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഡബിൾ സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റഗ്രലായിട്ട് വരും. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ j⍵ പ്ലെയിൻ വരച്ചു, പോൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് (-a) കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈന് എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും അതിൻ്റെ ROC വരുന്നത്. j⍵ ആക്സിസ്, അതാണ് ROC എഴുതി. റിയൽ ഓഫ് എസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ (-1). ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഫസ്റ്റ് റൈറ്റ് സൈഡ് സിഗ്നൽ കൺസിഡർ ചെയ്തു, അതിൻ്റെ ട്രാൻസ്ഫോം 1/s+a കിട്ടി. ROC റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ (-a) ആയിരുന്നു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കൺസിഡർ ചെയ്ത് ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയിരുന്നു, (-e−at u(-t). അതിൻ്റെയും ട്രാൻസ്ഫോം എന്ത് തന്നെ വന്ന് 1/s+a വന്നു. അപ്പോൾ റീജിയൻ ഓഫ് കൺവേർജൻസ് ലെസ് ദാൻ (-a) വരും. ഒരു ഡബിൾ സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ വാല്യൂ ആയിട്ട് വരും. ഇതാണ് ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ROC. ഈ സെയിം പോലെ നമുക്ക് കമ്പയർ ചെയ്ത് ഇസഡ് ട്രാൻസ്ഫോമിനെ പഠിക്കാം. ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ROC അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇസഡ് ട്രാൻസ്ഫോമും എൻ്റെ ROC ഇമ്പോർട്ടൻസും